നമസ്കാരം. ഭൂമി, അതായത് ഹൗസ് പ്ലോട്ടുകൾ, വീട്, അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ് തുടങ്ങിയവയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഭൂമി വിറ്റ് കിട്ടിയ മൊത്തം തുകയ്ക്ക് മേലല്ല ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്, മറിച്ച് വിറ്റപ്പോൾ കിട്ടിയ ലാഭത്തിന്മേലാണ്. ഭൂമി വിൽക്കുമ്പോൾ കിട്ടിയ ലാഭം എത്രയാണ് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന്മേൽ അടയ്ക്കേണ്ട ഇൻകം ടാക്സ് എത്രയാണ് എന്ന് എങ്ങനെ കണക്കാക്കാം? ഈ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി, ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഭൂമി എന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. ഈ ഭൂമി വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. ഈ ക്യാപിറ്റൽ ഗെയിൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, രണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. താങ്കൾ എന്തെങ്കിലും ഒരു ഭൂസ്വത്ത് വാങ്ങി അത് 2 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വിൽക്കുന്നു. അപ്പോൾ താങ്കൾക്ക് ലഭിക്കുന്ന ലാഭത്തിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് താങ്കൾ 2021 ജനുവരി 1 ഒരു ഹൗസ് പ്ലോട്ട് 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി എന്ന് വിചാരിക്കുക. 2023 ഒക്ടോബർ 30 ഈ ഹൗസ് പ്ലോട്ട് താങ്കൾ വിൽക്കുന്നു 28 ലക്ഷം രൂപയ്ക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, താങ്കൾ ഈ ഹൗസ് പ്ലോട്ട് കൈവശം വെച്ചത് 2 വർഷത്തിൽ താഴെ മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ആണ്. ഈ കച്ചവടത്തിൽ താങ്കൾക്ക് ലഭിച്ച ലാഭം 8 ലക്ഷം രൂപയാണ്. അതായത് വിറ്റ വിലയായ 28 ലക്ഷത്തിൽ നിന്നും വാങ്ങിയ വിലയായ 20 ലക്ഷം കുറച്ചപ്പോൾ കിട്ടിയ 8 ലക്ഷം രൂപ. ഈ 8 ലക്ഷത്തിനെ പറയുന്ന പേര് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ്. ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന് താങ്കൾ ഇൻകം ടാക്സ് അടയ്ക്കണം. ഇത് നോർമൽ റേറ്റിലാണ് അടയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 ലക്ഷം താങ്കളുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും എന്നിട്ട് താങ്കൾ ഏത് സ്ലാബിലാണോ പെടുക ആ സ്ലാബിലെ നോർമൽ റേറ്റ് പ്രകാരം ഇൻകം ടാക്സ് അടയ്ക്കുകയും വേണം. സപ്പോസ് താങ്കൾ സാലറി വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. താങ്കളുടെ ആ വർഷത്തെ സാലറി, ടാക്സബിൾ സാലറി എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 5 ലക്ഷത്തിൻ്റെ കൂടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 8 ലക്ഷം കൂടി ആഡ് ചെയ്യും. അപ്പോൾ 13 ലക്ഷമാണ് വരിക. അപ്പോൾ താങ്കൾ എത്രയാണോ ഈ തുകയ്ക്ക് ടാക്സ് നോർമലി അടയ്ക്കേണ്ടത് ആ ടാക്സ് ആണ് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല. അതിൽ നിന്ന് പ്രത്യേകിച്ച് ഡിഡക്ഷൻസ് ഒന്നും ലഭിക്കുകയുമില്ല. എന്നാൽ ഇത് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടുന്നതിനാൽ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് നോക്കാം. താങ്കൾ ഒരു ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങി 2 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ചതിന് ശേഷം അത് വിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ ലാഭത്തിനെ പറയുന്ന പേരാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ പോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ കൂട്ടില്ല. മറിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് പ്രത്യേകമായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കണം. അത് 20%. ഇനി മറ്റൊരു സംഗതി, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചിട്ട്. എന്നാൽ ആ രീതിയിലല്ല ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുക. അതിന് മറ്റൊരു രീതിയുണ്ട്. ആ രീതി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നൊരു സാധനം ഉപയോഗിക്കണം. നമുക്കറിയാമല്ലോ, കാലം കഴിയുന്തോറും പണത്തിൻ്റെ മൂല്യത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇൻഫ്ലേഷൻ എന്ന സംഗതിയാണ് അതിന് കാരണക്കാരനെന്ന് നമുക്കറിയാം. അതായത് 2004 100 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്ന സാധനങ്ങൾ ഇന്ന് ഈ 2024 കിട്ടില്ല. ആ സാധനം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ 150 രൂപയോ 200 രൂപയോ 300 രൂപയോ ഒക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. ഇതേപോലെ പണത്തിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന ആ മാറ്റം നമ്മൾ ഈ ലാൻഡ് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുന്ന കേസിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇനി ഈ സംഗതി കണ്ടോ, ഇതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ടേബിൾ. 2001, 2002 സാമ്പത്തിക വർഷം മുതലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. നോക്കുക, 2001, 2002 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 ആണ്. 2023, 24 348 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 2001, 2002 100 രൂപ എന്ന് പറയുന്നത് 2023, 24 348 രൂപയ്ക്ക് തുല്യമാണ്. അതാണ് അതിൻ്റെ ലോജിക്ക്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം.
താങ്കൾ 2016 ജൂലൈയിൽ 50 ലക്ഷം രൂപ മുടക്കി ഒരു ലാൻഡ് പ്രോപ്പർട്ടി മേടിച്ചു. ഈ ലാൻഡ് പ്രോപ്പർട്ടി താങ്കൾ 2023 ഡിസംബറിൽ വിറ്റു 75 ലക്ഷം രൂപയ്ക്ക്. ഇവിടെ വിറ്റ വിലയായ 75 ലക്ഷത്തിൽ നിന്നും വാങ്ങിയ വിലയായ 50 ലക്ഷം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 25 ലക്ഷം അല്ല ക്യാപിറ്റൽ ഗെയിൻ, മറിച്ച് അത് കണ്ടുപിടിക്കുന്നത് വേറൊരു രീതിയിലാണ്. അത് കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് 2016 ജൂലൈയിലാണല്ലോ നമ്മൾ പ്രോപ്പർട്ടി മേടിച്ചത്, അതായത് 2016-17 സാമ്പത്തിക വർഷത്തിൽ. അപ്പോൾ 2016-17 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നോക്കുക, അത് 264 ആണ്. ഇനി 2023-24 സാമ്പത്തിക വർഷമാണല്ലോ ഈ പ്രോപ്പർട്ടി വിറ്റത്. ഈ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 348 ആണ്. ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയ കാൽക്കുലേഷൻ ആകട്ടോ. അതിങ്ങനെയാണ്: വാങ്ങിയ വിലയായ 50 ലക്ഷം ഇൻറ്റു 2023-24 ഇൻഡെക്സ്, അതായത് വിറ്റ വർഷത്തെ ഇൻഡെക്സ്, അതായത് 348 ഡിവൈഡഡ് ബൈ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ്, അതായത് 2016-17 ഇൻഡെക്സ് 264. അപ്പോൾ കിട്ടുക 65,91,000 എന്നാണ്. ഇതിൻ്റെ മീനിങ് നമ്മൾ വാങ്ങിയ കാലത്ത് മുടക്കിയ 50 ലക്ഷം വിറ്റ കാലത്തെ 65,91,000 രൂപയ്ക്ക് തുല്യമാണ് എന്നുള്ളതാണ്. ഇനി ചെയ്യേണ്ടത് വിറ്റ വിലയായ 75 ലക്ഷത്തിൽ നിന്നും ഈ 65,91,000 കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുക 9,09,000 ആണ്. ഈ 9,09,000 പറയുന്ന പേരാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇതിന്മേലാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. ഇതിൻ്റെ 20% ആണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. താങ്കൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷം അതിനകത്ത് ചില ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയെന്ന് വിചാരിക്കുക. അതായത് താങ്കൾ അതിനകത്ത് ഒരു കുളം കുഴിച്ചു, അല്ലെങ്കിൽ മണ്ണ് മാറ്റി നിരപ്പാക്കി, അല്ലെങ്കിൽ ചുറ്റും മതെല്ലാം കെട്ടി ഗേറ്റൊക്കെ ഫിറ്റ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും. അതിനുവേണ്ടിയൊക്കെ താങ്കൾ മുടക്കുന്ന പണത്തിനെ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഈ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ പഴയ എക്സാമ്പിളിൽ നമ്മൾ 2016 ലാൻഡ് പ്രോപ്പർട്ടി മേടിച്ചത്. അതിനുശേഷം 2018 താങ്കൾ ആ പ്രോപ്പർട്ടിക്ക് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് ഫിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിനു വേണ്ടി 2 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇനി 2023-24 ഈ പ്രോപ്പർട്ടി വിൽക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അന്ന് മുടക്കിയ 2 ലക്ഷം ഇല്ലേ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതിന്മേൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? മുടക്കിയ 2 ലക്ഷം ഇൻറ്റു 2023-24 ഇൻഡെക്സ് ആയ 348 ഡിവൈഡഡ് ബൈ 2018 ഇൻഡെക്സ് ആയ 280. അപ്പോൾ എത്ര കിട്ടുക? 2,48,500. ഇത് ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ വരും. ഭൂമി വിറ്റ് കിട്ടിയത് 75 ലക്ഷമാണ്. അതിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇൻഡെക്സ്ഡ് പ്രൈസായ 65,91,000 കുറയ്ക്കുന്നു. അത് കുറച്ചപ്പോൾ എത്ര കിട്ടിയായിരുന്നു? 9,09,000 കിട്ടിയിരുന്നു. ഇനി അതിൽ നിന്ന് എന്താണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഇൻഡെക്സ്ഡ് പ്രൈസായ 2,48,500 കുറയ്ക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ എത്രയാണ് കിട്ടുക? 6,60,60,500. അപ്പോൾ ഇതാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇതിന്മേലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഇതിന്മേൽ 20% ടാക്സ് ആണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ മുമ്പ് കാണിച്ച കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ടേബിളിൽ 2001-2002 മുതലുള്ള ഇൻഡെക്സ് നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് താങ്കൾ വാങ്ങിയ അല്ലെങ്കിൽ താങ്കൾക്ക് ഇഷ്ടദാനമായിട്ട് ലഭിച്ച ഒരു ഭൂമി വിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുക? അതിങ്ങനെയാണ്. താങ്കളുടെ കയ്യിൽ ഒരു ലാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. അത് താങ്കൾ 1992 മുതൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. താങ്കളുടെ അച്ഛൻ താങ്കൾക്ക് ഇഷ്ടദാനമായിട്ട് തന്നതാണ് ആ പ്രോപ്പർട്ടി എന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കുക. 2023 ഒക്ടോബറിൽ താങ്കൾ ഈ പ്രോപ്പർട്ടി 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുക? ഇതിനുവേണ്ടി ചെയ്യേണ്ടത് 2001-2002 വർഷത്തിൽ താങ്കളുടെ ആ പ്രോപ്പർട്ടിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നൊരു സാധനമുണ്ട്. അത് എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അതായത് ഭൂമിയുടെ ഒരു ന്യായമായ മാർക്കറ്റ് വില അത് കണ്ടുപിടിച്ചു. അത് 5 ലക്ഷമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 5 ലക്ഷം ഇൻറ്റു 2023-24 വിൽക്കുന്നത് ആ കൊല്ലത്തെ ഇൻഡെക്സ്, അതായത് 348 ഡിവൈഡഡ് ബൈ 2001-2002 ഇൻഡെക്സ്,
എത്രയാണ്? 100. അതായത് 5 ലക്ഷം ഇൻറ്റു 348 ഡിവൈഡ് ബൈ 100. അപ്പോൾ കിട്ടുക 17,40,000 ആണ്. വിറ്റ വിലയായ 50 ലക്ഷത്തിൽ നിന്നും ഈ 17,40,000 കുറയ്ക്കുക. അപ്പോൾ ലഭിക്കുന്നത് 32,60,000 ആണ്. ഈ 32,60,000 രൂപയാണ് ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമേലുള്ള ടാക്സ് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമേലുള്ള ടാക്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി.